എല്ലാവർക്കും KAS ഇൻസൈറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എക്സാമിന് തയ്യാറെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന വിഷയത്തിലെ 11ാമത്തെ ക്ലാസ്സാണ് ഇന്നത്തേത്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയായി ബ്രിട്ടീഷ് റൂൾ എന്ന ടോപ്പിക്കാണ് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. KASൻ്റെ പ്രിലിമിനറി എക്സാം സിലബസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന വിഷയമാണ് ചർച്ച ചെയ്തു വരുന്നത്. ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 1453 കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന ഭാഗം തുർക്കിഷ് എംപയറായ ഓട്ടോമൻ എംപയർ കീഴടക്കിയത് മുതൽ വാസ്കോഡിഗാമയുടെ അറൈവൽ തുടങ്ങി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുന്നതും അതിനുശേഷം ഇന്ത്യയിലെ ടെറിട്ടറികൾ ഓരോന്നായിട്ട് ബ്രിട്ടീഷുകാർ പിടിച്ചടക്കുന്നത് സംബന്ധിച്ചും നമ്മൾ പഠിച്ചു. അതിനിടയിൽ ഇന്ത്യയിൽ ഭരണം വ്യാപിപ്പിക്കുന്നതിനു വേണ്ടി കൊണ്ടുവന്ന ചാർട്ടറുകളും നിയമങ്ങളുമൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലോർഡ് വില്യം ബെൻഡിക്കിൻ്റെ കാലഘട്ടത്തിലാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം ഇന്ത്യയിൽ കൊണ്ടുവന്ന റീഫോംസും അദ്ദേഹം നടത്തിയ വെൽഫെയർ ആക്ടിവിറ്റീസിനെ കുറിച്ചുമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇന്ത്യയിൽ എന്ത് മാറ്റമുണ്ടായി എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു വിഷയം പഠിക്കുന്നതിന് ആവശ്യമായ ബുക്കുകളുടെ വിശദാംശങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വിഷയം മൊത്തമായിട്ട് കവർ ചെയ്യുന്നതിന് നിങ്ങൾക്ക് ബിപിൻ ചന്ദ്രയുടെ ഈ ഒരു മോഡേൺ ഇന്ത്യ എന്ന ബുക്ക് ഉപയോഗിക്കാവുന്നതാണ്. KAS എക്സാമിന് തയ്യാറെടുക്കുന്നതിന് വേണ്ടി KAS ഇൻസൈറ്റ്സിൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് സന്ദർശിക്കുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലോർഡ് വില്യം ബെൻഡിക്കിൻ്റെ കാലഘട്ടത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. അതായത് 1828 മുതൽ 1835 വരെ ഇന്ത്യയിലെ ഗവർണർ ജനറലായി സേവനമനുഷ്ഠിച്ച ആളായിരുന്നു വില്യം ബെൻഡിക്. 1833 ചാർട്ടർ ആക്ടിൻ്റെ ശേഷമാണ് ഇദ്ദേഹത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. ഇദ്ദേഹത്തിന് ശേഷം ഉണ്ടായിരുന്ന 3 ഗവർണർ ജനറൽമാർ ഇവരൊക്കെയായിരുന്നു ലോർഡ് ഓക്ലാൻഡ്, അദ്ദേഹം 1836 മുതൽ 42 വരെയും, ലോർഡ് എല്ലിൻബറോ, അദ്ദേഹം 1842 മുതൽ 44 വരെയും, ലോർഡ് ഹാർഡിഞ്ച്, അദ്ദേഹം 1844 മുതൽ 48 വരെയും ഇന്ത്യയിലെ ഗവർണർ ജനറലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു 3 ഗവർണർ ജനറൽമാരുടെ സംഭാവനകൾ എന്ന് പറയുന്നത് അത്ര വലിയ സംഭാവനകളൊന്നുമില്ല. ചെറിയ ചെറിയ യുദ്ധങ്ങൾ നടന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ യുദ്ധങ്ങളുടെ വിശദാംശങ്ങളൊക്കെ ഞാൻ ആ നോട്ടിൽ പറയുന്നുണ്ട്. ജസ്റ്റ് ആ പേര് മാത്രം ഒന്ന് ഓർത്തു വെച്ചാൽ മതിയാവും. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട അടുത്ത ഗവർണർ ജനറലിൻ്റെ കാലഘട്ടത്തിലേക്കാണ് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ പേരാണ് ലോർഡ് ഡെൽഹൌസി. അപ്പോൾ ഈ ഒരു പേര് നമ്മുടെ രാജ്യത്തിൻ്റെ തലസ്ഥാനവുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. ഡെൽഹൌസി ഡൽഹിയുമായിട്ട് ബന്ധമുള്ള പേരാണ്. അപ്പോൾ 1848 മുതൽ 1856 വരെയുള്ള 8 വർഷങ്ങളിലായിരുന്നു ലോർഡ് ഡെൽഹൌസി ഇന്ത്യയുടെ ഗവർണർ ജനറലായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാലത്ത് ഉണ്ടായ മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ഇദ്ദേഹമാണ് യങ്ങസ്റ്റ് ഗവർണർ ജനറൽ ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിൽ ഗവർണർ ജനറലായിട്ട് വന്നവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു ചെറുപ്പക്കാരനായിരുന്നു ഈ ഒരു ലോർഡ് ഡെൽഹൌസി. 36 വയസ്സുള്ളപ്പോഴാണ് ഇദ്ദേഹത്തെ ഇന്ത്യ എന്ന് പറയുന്ന പ്രദേശം ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഏൽപ്പിക്കുന്നത്. 36 വയസ്സിൽ ഇന്ത്യയുടെ ഭരണാധികാരിയായി എത്തിയ ആളായിരുന്നു ലോർഡ് ഡെൽഹൌസി. അപ്പോൾ 1848 ഇദ്ദേഹം ഇന്ത്യയിലെ ഗവർണർ ജനറലായിട്ട് ചുമതലയേറ്റു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യത്തേത് അനക്സേഷൻ പോളിസി. അദ്ദേഹം ഇന്ത്യയിലെ ടെറിട്ടറികൾ കൂടുതലായിട്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂടിച്ചേർക്കുന്നതിന് വേണ്ടി ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ന് പറയുന്ന ഒരു അനക്സേഷൻ പോളിസി കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഈ ഒരു പോളിസിയാണ് പിന്നീട് ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കുന്ന 1857 ശിപ്പായി ലഹളയ്ക്ക് വരെ കാരണമായത്. അപ്പോൾ ഈ ഒരു ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്താണെന്ന് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കും. അതിനുശേഷം അദ്ദേഹം ഇന്ത്യയെ മോഡേണൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് റീഫോംസ് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഈ ഒരു റീഫോംസ് എന്തൊക്കെയാണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിക്കും. ഈ ഒരു റീഫോംസൊക്കെ കൊണ്ടുവന്നതുകൊണ്ട് തന്നെ ഈ ഒരു ലോർഡ് ഡെൽഹൌസിയാണ് ഹി ലേഡ് ദ ഫൗണ്ടേഷൻ ഫോർ മോഡേണൈസേഷൻ ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നത്. അതായത് ഇന്ത്യയിൽ മോഡേണൈസേഷൻ്റെ ഫൗണ്ടേഷൻ ഉണ്ടാക്കിയ ആൾ എന്ന് ലോർഡ് ഡെൽഹൌസിയെ വിളിക്കുന്നത്. അപ്പോൾ ഇത് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അദ്ദേഹത്തിൻ്റെ അനക്സേഷൻ പോളിസി, ആ പോളിസിക്ക് ഒരു നല്ല പേരുണ്ട്, ഡോക്ട്രിൻ ഓഫ് ലാപ്സ് പോളിസി. അപ്പോൾ ഈ ഒരു പോളിസി എന്താണെന്ന് മനസ്സിലാക്കാം. ഇത് വളരെ സിമ്പിളായൊരു പോളിസിയാണ്. അതായത് ഒരു രാജ്യത്തെ രാജാവിന് അദ്ദേഹത്തിന് മക്കളില്ലെങ്കിൽ സാധാരണയായിട്ട് ഒരു അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അവകാശം ഉണ്ടായിരുന്നു. അതായത് കുട്ടികളെ ദത്തെടുക്കാനുള്ള ഒരു അവകാശം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അവകാശം ബ്രിട്ടീഷ് ഗവൺമെൻറ് അവരുടെ താല്പര്യത്തിനനുസരിച്ച് മാത്രമേ സമ്മതിക്കുകയുള്ളൂ എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി. നമുക്ക് ഓരോ പോയിന്റുകളിലൂടെയായിട്ട് കടന്നു പോകും. എവ്രി ഹിന്ദു ഹാസ് എ റൈറ്റ് ടു അഡോപ്റ്റ് എ മെയിൽ ചൈൽഡ് ആസ് ഹിസ് ദെയർ ഇൻ ആബ്സെൻസ് ഓഫ് നാച്ചുറൽ ഹെയർ. അതായത് മക്കളില്ലെങ്കിൽ
അല്ലെങ്കിൽ പിന്തുടർച്ചാവകാശികളില്ലെങ്കിൽ ഒരാളെ ദത്തെടുക്കുന്നതിനും അവരുടെ എല്ലാ സ്വത്തുക്കൾക്കും എല്ലാ അവകാശത്തിനും അർഹതയുള്ളതായിട്ട് വളർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യം നമ്മുടെ ഹിന്ദു നിയമത്തിൽ ഉണ്ടായിരുന്നു. The adopted son enjoys all the rights and privileges. He shares all the responsibilities as natural heir to his father. അതായത് സാധാരണ ഇത്തരത്തിൽ ദത്തെടുക്കുന്ന കുട്ടികൾക്ക് അച്ഛൻ്റെ എല്ലാ അവകാശങ്ങളും, അച്ഛനിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ പിന്തുടർച്ചാ അവകാശങ്ങൾക്കും അർഹതയുണ്ടായിരുന്നു. ഇപ്പോൾ സ്വത്തിനും അവകാശം ഉണ്ടായിരുന്നു, രാജാവിൻ്റെ മകനായിരുന്നെങ്കിൽ രാജ്യത്തിനും അവകാശം ഉണ്ടായിരുന്നു. തുടക്കത്തിൽ ബ്രിട്ടീഷുകാർ ഈ ഒരു ഹിന്ദു നിയമത്തിനെയൊക്കെ ഫോളോ ചെയ്തിരുന്നു, ഒരു തടസ്സവും പറഞ്ഞിരുന്നത്. എന്നാൽ ലോർഡ് ഡൽഹൌസി വന്ന സമയത്ത് അദ്ദേഹം വളരെ സൂക്ഷ്മതയോടെ ഈ ഒരു കാര്യത്തെ നോക്കി. അപ്പോൾ പല ആൾക്കാരും ഇത്തരത്തിൽ ദത്തെടുത്ത കുട്ടികളെയൊക്കെയാണ്, സ്വന്തമായിട്ട് മക്കളില്ലെങ്കിൽ ദത്തെടുക്കുന്ന അല്ലെങ്കിൽ അനിയൻ്റെ മക്കളെ, അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെയാണ് അടുത്ത പിന്തുടർച്ചാവകാശിയായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സാധനത്തിനെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാരുടെ കീഴിലേക്ക് വരുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന പോളിസിയാണ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. അപ്പോൾ ഈ ഒരു ഡോക്ട്രിൻ ഓഫ് ലാപ്സ് അദ്ദേഹം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു രാജ്യവുമായിട്ട് ഒരു ട്രീറ്റ് പോലെ ഉണ്ടാക്കി. അതായത് ബ്രിട്ടീഷുകാർ അവരെ സഹായിക്കുമെന്നുള്ള പോളിസി പോലെ, അതായത് നമ്മുടെ സബ്സിഡറി അലയൻസ് സിസ്റ്റം പോലെ. അപ്പോൾ ഈ ഒരു സബ്സിഡറി അലയൻസ് സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഈ ഒരു പോളിസിയുടെ അടിസ്ഥാനത്തിൽ ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ ഈ ഒരു ബ്രിട്ടീഷുകാരുടെ സമ്മതമില്ലാതെ രാജ്യത്ത് ഒരു മാറ്റവും നടക്കില്ല എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടായി. അതായത് കുട്ടികളെ ദത്തെടുക്കുമ്പോൾ പോലും ആരുടെ അനുവാദം വേണം? ബ്രിട്ടീഷുകാരുടെ അനുവാദം വേണം. അപ്പോൾ ലോർഡ് ഡൽഹൌസി അന്നത്തെ രാജ്യങ്ങളെ, അന്നത്തെ സ്റ്റേറ്റ്സിനെ മൂന്നായിട്ട് തിരിച്ചു. ഒന്ന് ക്രിയേഷൻസ്, രണ്ടാമത്തത് ഡിപ്പെൻഡൻസ്, മൂന്നാമത്തത് ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ്സ്. അപ്പോൾ ഈ ഒരു ക്രിയേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ വർ ക്രിയേറ്റഡ് ബൈ ദ ഇംഗ്ലീഷ്. അതായത് ഇംഗ്ലീഷുകാരുടെ ഒരു പ്രദേശം, കയ്യിലുള്ള ഒരു പ്രദേശം ഏതെങ്കിലും ഒരു റൂളറിനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഭരിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു റൂളറിനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രദേശത്തെയാണ് ക്രിയേഷൻസ് എന്ന് വിളിക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രദേശങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന ആൾക്കാർ, അവർക്ക് സ്വന്തമായിട്ട് മക്കളില്ലെങ്കിൽ ദേ വർ നോട്ട് അലൗഡ് ടു അഡോപ്റ്റ് ഹെയർസ് ടു ദെയർ ത്രോൺസ്. ദത്തെടുക്കുന്ന കുട്ടികളെ കിരീടത്തിന് അല്ലെങ്കിൽ രാജ്യത്തിന് അവകാശികൾ ഇല്ലാതിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യമാണ് ക്രിയേഷൻസ്. അടുത്തത് ഡിപ്പെൻഡൻസ് ആണ്. അതായത് നമ്മുടെ സബ്സിഡറി അലയൻസ് സിസ്റ്റം പോലുള്ള സിസ്റ്റത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ബ്രിട്ടീഷുകാരെ ആശ്രയിച്ച് കിടക്കുന്ന രാജ്യങ്ങളാണ് ഡിപ്പെൻഡൻസ്. These states existed by the depend on their British power. They were bound to seek permission of the British in case of adoption. They could be granted or refused. അപ്പോൾ ഇത്തരത്തിൽ ബ്രിട്ടീഷുകാരുമായിട്ട് അലയൻസിലുള്ള രാജ്യങ്ങളൊക്കെ ആണെങ്കിൽ അവരെ ഡിപ്പെൻഡൻസ് എന്നാണ് വിളിക്കുക. അവർ ഇൻ കേസ് കുട്ടികളെ ദത്തെടുക്കണമെങ്കിൽ തന്നെ അവർ ബ്രിട്ടീഷുകാരുടെ പെർമിഷൻ വാങ്ങണം. അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് ഈ ഒരു പെർമിഷൻ കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യാം. മൂന്നാമത്തേതെന്ന് വെച്ചാൽ ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ്സ് ആണ്. അതായത് ബ്രിട്ടീഷുകാരുമായിട്ട് അധികം ബന്ധമൊന്നുമില്ലാത്ത രാജ്യങ്ങൾ. ദ റൂളേഴ്സ് ഓഫ് ദി സ്റ്റേറ്റ്സ് വർ ഫ്രീ ടു അഡോപ്റ്റ് ദെയർ ഹെയർസ്. അവർക്ക് അവരുടെ കുട്ടികളെ ദത്തെടുക്കാൻ വേണ്ടി പറ്റും. ബട്ട് ദെയർ ഹെയർസ് കുഡ് സക്സീഡ് ടു ദ പേഴ്സണൽ പ്രോപ്പർട്ടി ഓൺലി ആൻഡ് നോട്ട് ടു ദ ത്രോൺ. ഇത്തരത്തിൽ ദത്തെടുക്കുന്ന കുട്ടികളെ അവർക്ക് കിരീടത്തിനുള്ള അവകാശമെന്നില്ല. പക്ഷേ ഈ കിരീടത്തിനുള്ള അവകാശം ലഭിക്കാനാണ് ദേ വർ ഓൾസോ ആസ്ക്ഡ് ടു സീക്ക് പെർമിഷൻ ഓഫ് ദി ബ്രിട്ടീഷ്. അതായത് ബ്രിട്ടീഷുകാരുടെ പെർമിഷൻ വേണം, ഇല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ പോയി ആക്രമിക്കും. അപ്പോൾ ഇതായിരുന്നു മൂന്ന് തരത്തിലുള്ള കാറ്റഗറി: ക്രിയേഷൻസ്, ഡിപ്പെൻഡൻസ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ്സ്. അപ്പോൾ ഈ ഒരു മൂന്ന് പോളിസിയുടെയും അടിസ്ഥാനം എന്ന് വെച്ചാൽ അവർക്ക് ദത്തെടുക്കാനുള്ള അവകാശമില്ല. ദത്തെടുക്കണമെങ്കിൽ തന്നെ അത് ബ്രിട്ടീഷുകാരുടെ അനുമതിയോടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പോളിസിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ കുറേ പ്രദേശങ്ങൾ ലോർഡ് ഡൽഹൌസിയുടെ സമയത്ത് അല്ലെങ്കിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനോട് കൂട്ടിച്ചേർക്കപ്പെട്ടത്. അപ്പോൾ ഏതൊക്കെയായിരുന്നു ആ ഒരു സ്റ്റേറ്റ്സ് എന്ന് നോക്കാം. അപ്ലൈയിങ് ദ ഡോക്ട്രിൻ ഓഫ് ലാപ്സ്, ഡൽഹൌസി അനക്സഡ് സത്താര. 1848 സത്താര എന്ന് പറയുന്ന സ്റ്റേറ്റാണ് ആദ്യമായിട്ട് അനക്സ് ചെയ്തത്. അതിനുശേഷം ജയ്പൂർ, സംബൽപൂർ, ഉദയ്പൂർ, ഝാൻസി, നാഗ്പൂർ തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ അഡോപ്റ്റ് ചെയ്തു. Of these, Satara, Nagpur and Jhansi were important ones whose annexation was not justified. അതായത് ഇത്തരത്തിൽ ബ്രിട്ടീഷുകാർ അനക്സേഷൻ നടത്തുന്നത് ഒരു സാമാന്യ ലോജിക്കിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ തന്നെ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത മൂന്ന് കേസുകളായിരുന്നു സത്താര, നാഗ്പൂർ ആൻഡ് ഝാൻസി. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾക്കും അവിടുത്തെ റൂളേഴ്സിനും ആ റൂളിംഗ് ഫാമിലിക്കും ഇതിനോട് നല്ല എതിർപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പോളിസി ശരിക്കും ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഒരു വികാരം ഉണർത്തുന്ന ഒരു പോളിസിയായിരുന്നു. അപ്പോൾ ഈ ഒരു പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഏൺഡ് ദ ഡിസ്പ്ലഷർ ഓഫ് ദി ഇന്ത്യൻ റൂളേഴ്സ് ഹു ബിക്കെയിം വിക്ടിംസ് ഓഫ് ദിസ് പോളിസി. അതായത് ഇത്തരത്തിൽ അനക്സ് ചെയ്യുന്ന രാജ്യങ്ങൾ, അത്തരം രാജ്യങ്ങളിലെ റൂളിംഗ് ഫാമിലിയുടെ ഒരു ഡിസ്പ്ലഷറിന്, താല്പര്യക്കുറവിന് ബ്രിട്ടീഷുകാർക്ക് കാരണമായി. ഫിയർ എമോങ് ഇന്ത്യൻ റൂളേഴ്സ്, അതായത് എപ്പോഴും വേണമെങ്കിലും ബ്രിട്ടീഷുകാർ വന്നിട്ട് രാജ്യത്തെ അവരുടെ കീഴിലേക്ക് അനക്സ് ചെയ്യാമെന്ന് പറയുന്ന ഒരു പേടി എല്ലാവരുടെയും മനസ്സിലൊന്നും. കൂടാതെ ഹേറ്റ് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഒരു ദേഷ്യം, എതിർപ്പ് അവരുടെ മനസ്സിൽ ഉയർന്നു വരികയും ചെയ്തു. അതായത് കോമൺ പബ്ലിക്കിൻ്റെ മനസ്സിൽ വരെ ഇത്തരത്തിലുള്ള ഒരു ദേഷ്യം ഉയർന്നു വന്നിരുന്നു. അപ്പോൾ ഈ ഒരു കാരണമാണ് 1857 ഫസ്റ്റ് റിവോൾട്ട് അല്ലെങ്കിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കുന്ന ഫസ്റ്റ് റിവോൾട്ടിന് ഒരു കാരണം തന്നെ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ ഒരു
ലോർഡ് ഡൽഹൌസിയുടെ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് കൂടിയായിരുന്നു 1857 റിവോൾട്ടിന് ഒരു പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ ഇതാണ് അനക്സേഷൻ പോളിസി പ്രൊപ്പോസ്ഡ് ബൈ ലോർഡ് ഡൽഹൌസി. നമ്മൾ ഓർത്തു വെക്കേണ്ടത് എന്താണ് ഈ ഒരു ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ന് പറയുന്ന പോളിസി. അത് കൊണ്ടുവന്നത് ലോർഡ് ഡൽഹൌസിയാണ് 1848 മുതൽ 1856 വരെ. അത് ആദ്യമായിട്ട് അനക്സ് ചെയ്തിരുന്ന സത്താര എന്ന് പറയുന്ന ഒരു പ്രദേശമായിരുന്നു. ഇത് നമ്മുടെ ഫസ്റ്റ് റിവോൾട്ടിന് ഒരു കാരണം കൂടിയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ലോർഡ് ഡൽഹൌസിയുടെ അനക്സേഷൻ പോളിസിയെക്കുറിച്ച് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ലോർഡ് ഡൽഹൌസിയുടെ കാലത്ത് നടന്ന റീഫോംസാണ്. അപ്പോൾ ലോർഡ് ഡൽഹൌസി എന്ന് പറയുന്നത് ഇന്ത്യൻ മോഡേണൈസേഷൻ്റെ ഫൗണ്ടേഷൻ ലേ ചെയ്ത ആളെന്നാണ് വിളിക്കുന്നത്. ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്ന് വിളിക്കുന്നത് നമ്മൾ ഡോക്ടർ BR അംബേദ്കറിനെയാണ്. എന്നാൽ ഈ ഒരു മോഡേണൈസേഷൻ്റെ ആധുനികതയുടെ ഫൗണ്ടേഷൻ ലേ ചെയ്ത ആളെന്ന് പറയുന്നത് ലോർഡ് ഡൽഹൌസിയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ലോർഡ് ഡൽഹൌസി കൊണ്ടുവന്ന ഈ ഒരു മോഡേണൈസേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഹി ഇൻട്രൊഡ്യൂസ്ഡ് റെയിൽവേസ്, ടെലിഗ്രാഫ്, പോസ്റ്റൽ സർവീസസ്, പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് എഡ്യൂക്കേഷണൽ റീഫോംസ്. അദ്ദേഹമാണ് ഇന്ത്യയിൽ റെയിൽവേ കൊണ്ടുവന്നത്, ടെലിഗ്രാഫ് സിസ്റ്റം കൊണ്ടുവന്നത്, പോസ്റ്റൽ സർവീസിനെ മോഡേണൈസ് ചെയ്തത്, പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കൂടാതെ എഡ്യൂക്കേഷണൽ റീഫോംസും ഉണ്ടായിരുന്നു. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഈ മേഖലയിൽ ടെലിഗ്രാഫ്, പോസ്റ്റൽ സർവീസ് തുടങ്ങിയതിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്. റെയിൽവേസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ വന്നു. അപ്പോൾ ഈ ഓരോ റീഫോംസും അദ്ദേഹം എന്താണ് കൊണ്ടുവന്നത്, ഇന്ത്യയിൽ എന്നാണ് ഇത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം തന്നെ റെയിൽവേസ് നോക്കാം. The introduction of railways in India inaugurated a new economic era. അതായത് ഇന്ത്യയിൽ ഈ ഒരു റെയിൽവേ സിസ്റ്റം കൊണ്ടുവന്നതോടെ ഇന്ത്യയിൽ വലിയ മാറ്റങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു റെയിൽവേ സിസ്റ്റം കൊണ്ടുവരാൻ വേണ്ടി കാരണം ഏകദേശം 1815 കൂടിയൊക്കെ ആണ് ബ്രിട്ടനിൽ തന്നെ റെയിൽവേ സിസ്റ്റം ആരംഭിക്കുന്നത്. ഒരു 10-30 വർഷത്തിനുള്ളിൽ തന്നെ ഇന്ത്യയിൽ ഈ ഒരു റെയിൽവേ സിസ്റ്റം കൊണ്ടുവരുന്നതിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാരണമെന്ന് നോക്കാം. ദർ വർ 3 മേജർ റീസൺ ഫോർ ദ ബ്രിട്ടീഷ് ടു ടേക്ക് ഇൻട്രസ്റ്റ് ഇൻ ഇറ്റ്സ് ക്വിക്ക് ഡെവലപ്മെൻറ്റ്. അതായത് ഇന്ത്യയിൽ ഇത്രയും വേഗം റെയിൽവേസ് കൊണ്ടുവരുന്നതിന് 3 കാരണങ്ങളുണ്ടായിരുന്നു. ആദ്യത്തേത് കൊമേഴ്ഷ്യൽ. Railway companies were guaranteed a minimum interest of 5% on their investment. The government retained the right of buying the railway at the end of period of contract. അതായത് ബ്രിട്ടനിലുള്ള റെയിൽവേ കമ്പനീസിന് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ആയിരുന്നു ഈ ഒരു റെയിൽവേസ്. അവർക്ക് മിനിമം 5% ഇൻട്രസ്റ്റ് ഉറപ്പ് കൊടുത്തിരുന്നു. അപ്പോൾ ഈ ഒരു 5% ഇൻട്രസ്റ്റ് കൂടാതെ കോൺട്രാക്ട് പീരീഡ് കഴിയുന്ന സമയത്ത് അത് ഗവൺമെൻറ് പൈസ കൊടുത്ത് വാങ്ങും എന്നുള്ള ഒരു ഉറപ്പും കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ ബ്രിട്ടനിലെ ബിസിനസ് മാൻസിന് ഭയങ്കര താല്പര്യമായിരുന്നു. 5% ഫിക്സഡ് ഇൻട്രസ്റ്റ് കിട്ടുമല്ലോ. രണ്ടാമത്തെ പർപ്പസ് എന്ന് പറയുന്നത് ഡിഫെൻസ് ആയിരുന്നു. At the time of revolt and disturbances, the movement of the forces were much easier. അതായത് ഇന്ത്യയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആർമി ഇവിടെ നിന്ന് അവിടെ എത്താനുള്ള ഒരു സമയം എന്ന് പറയുന്നത് വളരെ പ്രധാനമായിട്ട് മാറുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഡിഫെൻസിന് വളരെയധികം സഹായിക്കും. കൂടാതെ ഈ ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിൽ തന്നെ നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ നിന്നുള്ള റോ മെറ്റീരിയൽസും മറ്റും ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനും ഇന്ത്യയിലേക്കുള്ള ഇമ്പോർട്ട്സ് വളരെയധികം ഇന്ത്യയിലേക്ക് വേഗത്തിലെത്തിക്കുന്നതിനും വേണ്ടിയിട്ട് ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം, ഈ ഒരു റെയിൽവേ സിസ്റ്റം ഒരുപാട് സഹായിച്ചു. കൂടാതെ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസ് ഉണ്ട്. അതായത് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അതുമായി ബന്ധപ്പെട്ടുള്ള കണക്ഷൻ ഒക്കെ വളരെ വേഗത്തിൽ നടത്തുമായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ റെയിൽവേസ് കൊണ്ടുവരുന്നതിന് 3 കാരണങ്ങളുണ്ട്. ഒന്ന് കൊമേഴ്ഷ്യൽ പർപ്പസ് ഉണ്ട്, രണ്ടാമത്തേത് ഡിഫെൻസീവ് ഉണ്ട്, മൂന്നാമത്തേത് അഡ്മിനിസ്ട്രേറ്റീവ് ഉണ്ട്. അപ്പോൾ ഇന്ത്യയിൽ റെയിൽവേസ് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഇന്ത്യയിൽ എന്ത് മാറ്റം കൊണ്ടുവരുന്നതിനും ബ്രിട്ടീഷുകാർക്ക് മറ്റൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു. അതായത് അവരുടെ കച്ചവടം വർദ്ധിപ്പിക്കുക, അവർക്ക് ഇന്ത്യയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പരമാവധി തടയിടുക തുടങ്ങിയ പ്രദേശങ്ങളായിരുന്നു. ഈ ഒരു റെയിൽവേ ലൈൻസ് ഒക്കെ ലേ ചെയ്ത റൂട്ട് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഫസ്റ്റ് റെയിൽവേ ലൈൻ കണക്ട് ചെയ്തത് ബോംബെ വിത്ത് താനെയാണ്. അതായത് ബോംബെയിലാണ് ഫസ്റ്റ് റെയിൽവേ ലൈൻ. അത് 1853 അപ്പോൾ ഇതൊന്ന് ഓർമ്മിച്ചിരിക്കണം. ഫസ്റ്റ് റെയിൽവേ ബോംബെ ടു താനെയാണ്. അത് 1853. റെയിൽവേ ലൈൻസ് കണക്റ്റിംഗ് ഫ്രം കൽക്കട്ട ടു റാണിഗഞ്ച് കോൾ ഫീൽഡ്സ്. അതായത് കോൾ ഫീൽഡിലേക്കാണ് 1854 മറ്റൊരു റെയിൽവേ ലൈൻ ഉണ്ടാക്കിയത്. അപ്പോൾ കോൾ ഫീൽഡിൽ നിന്ന് കോൾ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ്, അതായത് ചരക്ക് ട്രാൻസ്പോർട്ടേഷൻ, ഇതിന് വേണ്ടിയിട്ടാണ് ഇവിടെ റെയിൽവേ ലൈൻ ഉണ്ടാക്കിയത്. അനദർ ലൈൻ ഫ്രം മദ്രാസ് ടു അറക്കോണം ഇൻ 1856. അപ്പം നമ്മൾ 3 റെയിൽവേ ലൈനിൻ്റെ പേരും ഓർത്തു വെക്കണമെന്നില്ല. ആദ്യത്തെ റെയിൽവേ ലൈനിൻ്റെ പേര് ഒന്ന് കൃത്യമായിട്ട് ഓർത്തു വെക്കണം. ബോംബെ ടു താനെ. അത് 1853. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ലൈനിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അപ്പോൾ റെയിൽവേ ലൈൻസ് ഒക്കെ ലേ ചെയ്തിരിക്കുന്നത് ഈ ഒരു ലോർഡ് ഡൽഹൌസിയുടെ കാലത്താണ്. അദ്ദേഹത്തിൻ്റെ കാലത്താണ് റെയിൽവേസ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. ഇനി നമുക്ക് അടുത്തത് ടെലിഗ്രാഫ് നോക്കാം. ടെലിഗ്രാഫ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമായിരുന്നു. അതായത് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് വളരെ വേഗത്തിൽ കമ്മ്യൂണിക്കേഷൻ അയക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇതായിരുന്നു. അപ്പോൾ ടെലിഗ്രാഫ് ബ്രോട്ട് മാർവലസ് ചേഞ്ചസ് ഇൻ ദ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഈ ഒരു ടെലിഗ്രാഫ് ഇന്ത്യയിൽ കൊണ്ടുവന്നതോടെ ബ്രിട്ടീഷുകാർക്ക് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് വളരെ വേഗത്തിൽ കമ്മ്യൂണിക്കേഷൻ അയക്കാൻ വേണ്ടി പറ്റുമായിരുന്നു.
അപ്പോൾ എക്സ്പെരിമെൻ്റൽ ടെലിഗ്രാഫ് ലൈൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബിറ്റ്വീൻ കൽക്കട്ട ആൻഡ് ഡാമ ഹാർബർ ഇൻ 1850. ഏകദേശം 1850 തന്നെ ഇന്ത്യയിൽ എക്സ്പെരിമെൻ്റലായിട്ട് ടെലിഗ്രാഫ് ലൈൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഇതൊരു ഫുൾ ഫ്ലഡ്ജ് ആയിട്ട് വന്നത് 1853 ഏകദേശം 4000 മൈൽസ് 6400 കിലോമീറ്ററോളം ടെലിഗ്രാഫ് ലൈൻ 1853 അപ്പോൾ ടെലിഗ്രാഫ് സിസ്റ്റം ഇന്ത്യയിൽ പബ്ലിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്ത് 1853 അപ്പോൾ ഇനീഷ്യലി എക്സ്പെരിമെൻ്റൽ ടെലിഗ്രാഫ് 1850 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ലോർഡ് ഡെൽഹൌസിയാണ് ഫാദർ ഓഫ് ഇന്ത്യൻ റെയിൽവേസ് ആൻഡ് ടെലിഗ്രാഫ്സ് എന്ന് വിളിക്കുന്നത്. അതായത് ഇന്ത്യൻ റെയിൽവേയുടെ പിതാവും ടെലിഗ്രാഫ് സിസ്റ്റത്തിൻ്റെ പിതാവും എന്ന് വിളിക്കുന്നത് ലോർഡ് ഡെൽഹൌസിയാണ്. എന്നാൽ ഇന്ന് ഈ ഒരു ടെലിഗ്രാഫ് സിസ്റ്റം ഇല്ല. നമ്മുടെ രാജ്യത്ത് ഏകദേശം 2013 ജൂലൈ മാസത്തിൽ ഈ ഒരു ടെലിഗ്രാം സിസ്റ്റം നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ടെലിഗ്രാഫ് സിസ്റ്റത്തിൽ നിന്ന് ഓർത്തു വയ്ക്കേണ്ട കാര്യം. ഇനി നമുക്ക് പോസ്റ്റൽ സർവീസ് നോക്കാം. ദ ഫൗണ്ടേഷൻ ഓഫ് മോഡേൺ പോസ്റ്റൽ സിസ്റ്റം വാസ് ലേഡ് ഡൗൺ ബൈ ദ ലോർഡ് ഡെൽഹൌസി. അതായത് മോഡേൺ പോസ്റ്റൽ സിസ്റ്റം കൊണ്ടുവന്നതാണ് ലോർഡ് ഡെൽഹൌസി. മറിച്ച് അതിനു മുൻപേ തന്നെ ഇന്ത്യയിൽ പോസ്റ്റ് ഓഫീസ് ഉണ്ടായിരുന്നു. 1764 ബോംബെയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചിരിക്കുന്നത്. പക്ഷേ മോഡേൺ പോസ്റ്റൽ സിസ്റ്റം കൊണ്ടുവന്നത് ലോർഡ് ഡെൽഹൌസിയാണ്. ഇതിനെ സംബന്ധിച്ച് ഒരു പോസ്റ്റ് ഓഫീസ് ആക്ട് 1854 പാസ്സാക്കിയിരുന്നു. അപ്പോൾ ഈ ഒരു ആക്ടിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്ത്യയിൽ മോഡേൺ പോസ്റ്റൽ സിസ്റ്റം വരുന്നത്. അപ്പോൾ ഈ ഒരു പോസ്റ്റൽ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പോസ്റ്റ് കാർഡ് ഇഷ്യൂ ചെയ്തിരുന്നു. ഈ ഒരു പോസ്റ്റ് കാർഡിൻ്റെ വില എന്ന് പറയുന്നത് 1/2 അണയായിരുന്നു, അല്ലെങ്കിൽ 3 പൈസ. അപ്പോൾ ഈ ഒരു പോസ്റ്റ് കാർഡിൽ ഇന്ത്യയിൽ എവിടേക്കും നമുക്ക് കത്തുകൾ അയക്കാൻ വേണ്ടി സാധിക്കുമായിരുന്നു. ഇതിൻ്റെ ഭാഗമായി തന്നെ ഇന്ത്യയിൽ പോസ്റ്റേജ് സ്റ്റാമ്പ്സും ഇഷ്യൂ ചെയ്തു. അപ്പം നിലവിൽ ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും വലിയ പോസ്റ്റൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്താണുള്ളത്, അതായത് ഇന്ത്യയിലാണുള്ളത്. നമ്മൾ പോസ്റ്റൽ സർവീസിനെ കുറിച്ച് ഓർത്തു വയ്ക്കേണ്ട കാര്യം ഇതാണ്. ഇത് കൊണ്ടുവന്നത് മോഡേൺ പോസ്റ്റൽ സർവീസ് സിസ്റ്റം കൊണ്ടുവന്നത് ലോർഡ് ഡെൽഹൌസിയാണ്. അപ്പോൾ ഈ ഒരു ആക്ടിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. അത് 1854 അപ്പോൾ മോഡേൺ പോസ്റ്റൽ സിസ്റ്റം വന്നത് 1854 അപ്പോൾ നമ്മൾ ബിഗിനിങ് ഓഫ് പോസ്റ്റൽ സർവീസ് എന്ന് പറയുന്നത് 1854 പക്ഷേ ഫസ്റ്റ് പോസ്റ്റ് ഓഫീസ് വളരെ മുമ്പേ തന്നെ ഇന്ത്യയിൽ സ്ഥാപിച്ചിരുന്നു 1764. ഇത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആവശ്യത്തിനൊക്കെ വേണ്ടി സ്ഥാപിച്ചൊരു പോസ്റ്റ് ഓഫീസായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പോസ്റ്റ് ഓഫീസിനെ കുറിച്ച് ഓർത്തു വയ്ക്കേണ്ടതാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റാണ്, അതായത് പൊതുമരാമത്ത് വകുപ്പ്. അപ്പോൾ ഈ ഒരു പൊതുമരാമത്ത് വകുപ്പ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇന്ത്യയിൽ കൊണ്ടുവരുന്നത് ലോർഡ് ഡെൽഹൌസിയാണ്. അതിനു മുൻപേ, അതായത് ലോർഡ് ഡെൽഹൌസിക്ക് മുന്നേ ദ ജോബ് ഓഫ് ദി പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ് വാസ് ഡൺ ബൈ ദ മിലിറ്ററി ബോർഡ്. അതായത് മിലിറ്ററി ബോർഡിൻ്റെ കീഴിലായിരുന്നു ഇത്തരത്തിലുള്ള റോഡുകളും റെയിൽവേ ലൈനുകളും കനാലുകളും മറ്റും നിർമ്മിക്കുന്ന പ്രവർത്തികൾ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ലോർഡ് ഡെൽഹൌസി ക്രിയേറ്റഡ് എ സെപ്പറേറ്റ് പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് അലോട്ടഡ് മോർ ഫണ്ട്സ് ഫോർ കട്ടിംഗ് കനാൽസ് ആൻഡ് റോഡ്സ്. അപ്പോൾ ഇത്തരത്തിലൊരു പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുകയും റോഡുകളും കനാലുകളും മറ്റും ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അതിനുവേണ്ടി ഫണ്ടുകളും മറ്റും ഇഷ്യൂ ചെയ്യുകയും ചെയ്തു. അപ്പോൾ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ഫംഗ്ഷനിങ് കൂടുതൽ എഫക്റ്റീവായിട്ട് നടത്താൻ തുടങ്ങിയത് ലോർഡ് ഡെൽഹൌസിയുടെ കാലത്താണ്. ഇതിൻ്റെ ഭാഗമായിട്ട് അപ്പർ ഗേഞ്ചസ് കനാൽ, അതായത് ഗംഗാ നദിയിൽ ഒരു കനാൽ കട്ട് ചെയ്തത് 1854 ലോർഡ് ഡെൽഹൌസിയുടെ കാലത്താണ്. പിന്നീട് ഗ്രാൻഡ് ട്രങ്ക് റോഡ് എന്ന് പറയുന്ന കൽക്കത്തയും പേഷ്വാറിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഗ്രാൻഡ് ട്രങ്ക് റോഡ്, ഈ ഒരു റോഡ് ഉണ്ടാക്കിയതും ഈ ഒരു ലോർഡ് ഡെൽഹൌസിയുടെ കാലത്താണ്. അപ്പം നമ്മൾ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് ഓർത്തു വെക്കേണ്ടതാണ്. അത് ലോർഡ് ഡെൽഹൌസിയുടെ കാലത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനുശേഷം ഗേഞ്ചസ് കനാൽ കട്ട് ചെയ്തു 1854. ഗ്രാൻഡ് ട്രങ്ക് റോഡ് അത് കണക്ട് ചെയ്യുന്നത് കൽക്കത്തയും പേഷ്വാറിനെയും തമ്മിലാണ്. ഇവ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഒരു പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ലോർഡ് ഡെൽഹൌസിയുടെ കാലത്താണ്. അപ്പം നമ്മൾ ലോർഡ് ഡെൽഹൌസിയുടെ കാലത്തുണ്ടായിരുന്ന 4 റീഫോംസ് പഠിച്ചു. റെയിൽവേസ് പഠിച്ചു, ടെലിഗ്രാഫ് പഠിച്ചു, പോസ്റ്റൽ പഠിച്ചു, പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എഡ്യൂക്കേഷണൽ റീഫോംസ് ആണ്. അതായത് ലോർഡ് ഡെൽഹൌസിയുടെ കാലത്ത് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 1854 സർ ചാൾസ് വുഡ്സിൻ്റെ ഒരു ഡെസ്പാച്ച് 1854 വന്നിരുന്നു. അപ്പോൾ ഈ ഒരു വുഡ്സ് ഡിസ്പാച്ചിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ എഡ്യൂക്കേഷണൽ റീഫോംസ് കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ ഈ ഒരു വുഡ്സ് ഡിസ്പാച്ചിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസം വെർണക്കുലർ ലാംഗ്വേജസിലായിരിക്കണം, അതായത് നമ്മുടെ ലോക്കൽ ലാംഗ്വേജിലായിരിക്കണം പ്രൈമറി സ്കൂൾ എഡ്യൂക്കേഷൻ നടത്തേണ്ടത്. അതിനുശേഷം ഹൈ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ആംഗ്ലോ വെർണക്കുലർ ലാംഗ്വേജസ് ആയിരിക്കണം, അതായത് ഇംഗ്ലീഷ് പ്ലസ് വെർണക്കുലർ ലാംഗ്വേജസ് ആയിരിക്കണം. അതിനുശേഷം കോളേജ് ലെവലിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഇംഗ്ലീഷ് മീഡിയം ഫോർ എഡ്യൂക്കേഷൻ ആയിരിക്കണം, അതായത് ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കണം എഡ്യൂക്കേഷന്. അതായത് ഈ ഒരു സിസ്റ്റം തന്നെയാണ് ഏകദേശം നമ്മൾ ഇന്നും ഫോളോ ചെയ്തു വരുന്നത്. 1 മുതൽ 10 വരെ പഠിക്കുന്നത് മലയാളം മീഡിയത്തിലാണ്. അതിനുശേഷം നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് മാറി, ഇംഗ്ലീഷ് മലയാളം മിക്സിലേക്ക് മാറി, പിന്നീട് കോളേജ് ലെവലിലെത്തുമ്പോൾ ഇംഗ്ലീഷിലേക്ക് മാറി. അപ്പോൾ ഈ ഒരു സിസ്റ്റം തന്നെയാണ് നമ്മൾ ഇന്നും ഫോളോ ചെയ്തിരുന്നത്. ഈ ഒരു സിസ്റ്റം വരുന്നത് വുഡ്സ് ഡിസ്പാച്ചാണ് 1854. അപ്പോൾ ഈ ഒരു വുഡ്സ് ഡിസ്പാച്ചിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഒരുപാട് എഡ്യൂക്കേഷണൽ റീഫോംസ് കൊണ്ടുവരുന്നതിന് ലോർഡ് ഡെൽഹൌസിയുടെ കാലത്ത് സംഭവിച്ചു.
He took steps to establish universities at Bombay, Calcutta and Madras. They were opened in 1857. അതായത് ബോംബെ, കൽക്കത്ത, മദ്രാസ് 3 പ്രദേശങ്ങളിൽ യൂണിവേഴ്സിറ്റീസ് നിർമ്മിക്കുന്നതിന് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു. അപ്പോൾ ഈ 1857 ഈ യൂണിവേഴ്സിറ്റികൾ പ്രവർത്തനം ആരംഭിച്ചു. അപ്പോൾ ആദ്യത്തെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് കൽക്കത്ത യൂണിവേഴ്സിറ്റിയാണ്. അത് 1857 പ്രവർത്തനം ആരംഭിച്ചത്. പിന്നെ ഈ ഒരു വുഡ്സ് ഡിസ്പാച്ചിൻ്റെ അടിസ്ഥാനത്തിൽ വെർണാക്കുലർ ലോക്കൽ ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻ വാസ് ഗിവൺ മോർ ഇമ്പോർട്ടൻസ്. അതായത് പ്രൈമറി ലെവലിലും മറ്റും ഈ ഒരു ലോക്കൽ ലാംഗ്വേജ് ഇൻസ്ട്രക്ഷന് വളരെയധികം പ്രാധാന്യം ലഭിച്ചു. ഡൽഹൌസി ഇൻട്രൊഡ്യൂസ് ദ ഗ്രാൻഡ്സ് ഇൻ എയ്ഡ് സ്കീം ടു ഹെൽപ്പ് ദ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് സ്വകാര്യ സ്ഥാപനങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി അവർക്ക് ഗ്രാൻഡ് ഇൻ എയ്ഡ് അതായത് സഹായങ്ങൾ ഒരുപാട് ഓഫർ ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് ലോർഡ് ഡൽഹൌസിയുടെ കാലത്ത് ഉണ്ടായിരുന്ന റീഫോംസ്. അപ്പോൾ നമ്മൾ ഈ ഒരു വുഡ്സ് ഡിസ്പാച്ചിനെ കുറിച്ച് കുറച്ചുകൂടി ഒന്ന് മനസ്സിലാക്കാനുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. വുഡ്സ് ഡിസ്പാച്ചിലാണ് വൊക്കേഷണൽ ആൻഡ് വുമൻസ് എഡ്യൂക്കേഷൻ വാസ് പ്രൊമോട്ടഡ്. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, വുമൻസ് എഡ്യൂക്കേഷൻ എന്നിവ ഈ ഒരു വുഡ്സ് ഡിസ്പാച്ചിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ടൻറ്റ് ഇഫക്റ്റ് ഓൺ സ്പ്രെഡിങ് ഇംഗ്ലീഷ് ലേണിംഗ് ആൻഡ് ഫീമെയിൽ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. അത് ഈ ഒരു വുഡ്സ് ഡിസ്പാച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ വ്യാപനത്തിന് കൂടുതൽ കാരണമാവുകയും ഇത് ഇന്ത്യയിൽ എഡ്യൂക്കേഷൻ ലെവല് സ്ത്രീകളുടെ ഉൾപ്പെടെ എഡ്യൂക്കേഷൻ ലെവൽ ഉയർത്തുന്നതിനും കാരണമായി. ഈ ഒരു വുഡ്സ് ഡിസ്പാച്ചിനെയാണ് മാഗ്ന കാർട്ട ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഓർത്തു വെക്കണം. 1854 വുഡ്സ് ഡിസ്പാച്ചിനെയാണ് മാഗ്ന കാർട്ട ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു വുഡ്സ് ഡിസ്പാച്ച് ഇത്തരത്തിലൊരു ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു കൊണ്ടുവന്നത് എന്നതിൻ്റെ അടിസ്ഥാനം 1853 ചാർട്ടർ ആക്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ 1853 ചാർട്ടർ ആക്ട് എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. 1833 ചാർട്ടർ ആക്ടിൽ 20 വർഷം വരെയാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നതിന് അനുമതി കിട്ടിയത്. അപ്പോൾ അതിനുശേഷം 20 വർഷം കഴിഞ്ഞിട്ട് 1853 അടുത്ത ചാർട്ടർ ആക്ട് വരുന്നത്. ഈ ഒരു ചാർട്ടർ ആക്ടിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ചാർട്ടർ റിന്യൂ ചെയ്തു. പക്ഷേ ഇതിൽ അടുത്ത 20 വർഷത്തേക്കാണോ ഈ ഒരു ചാർട്ടർ ആക്ട് റിന്യൂ ചെയ്തത് എന്നത് പരാമർശിച്ചിട്ടില്ല. അതായത് അൺലിമിറ്റഡ് ആയിട്ടാണ് പവർ കൊടുത്തത്. ലിമിറ്റഡായിട്ട് പവർ കൊടുക്കുന്നത് കൂടെ തന്നെ എപ്പോൾ വേണമെങ്കിലും ബ്രിട്ടീഷ് പാർലമെൻറ്റിന് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ എടുത്ത് പുറത്തു കളയാമെന്നുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ചാർട്ടറിൻ്റെ 1853 ഈ ഒരു ചാർട്ടറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഓപ്പൺ സിവിൽ സർവീസസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തുടക്കം കുറിച്ചു. അതായത് കഴിഞ്ഞ ചാർട്ടറിൽ തന്നെ 1833 ചാർട്ടറിൽ തന്നെ ഇന്ത്യയിൽ ഓപ്പൺ സിവിൽ സർവീസ്, അതായത് എല്ലാവർക്കും കോമ്പറ്റീറ്റീവ് എക്സാമിൽ എഴുതി മെറിറ്റിൻ്റെ ബേസിൽ സെലക്ഷൻ ലഭിക്കുന്ന ഓപ്പൺ സിവിൽ സർവീസസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രൊപ്പോസൽ ഉണ്ടായിരുന്നു. പക്ഷേ അത് വെട്ടിയെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 1853 ചാർട്ടർ ആക്ടിലാണ് ഈ ഒരു ഓപ്പൺ സിവിൽ സർവീസസ് നിലവിൽ വരുന്നത്. അപ്പോയിൻമെൻറ്റ് വാസ് ഡൺ ഓൺലി ബൈ ഓപ്പൺ കോമ്പറ്റീഷൻ ബേസ്ഡ് ഓൺ ദ മെറിറ്റ് ആൻഡ് വാസ് ഓപ്പൺ ടു ഓൾ. എല്ലാവർക്കും എഴുതാവുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാവുന്ന ഒരു ഓപ്പൺ സിവിൽ സർവീസസിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ സെലക്ഷൻ നടത്തുന്നതിന് വേണ്ടി തുടങ്ങി. അപ്പോൾ 1853 ചാർട്ടറിൻ്റെ പ്രത്യേകത ഇതാണ്, ഓപ്പൺ സിവിൽ സർവീസസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്പൺ സിവിൽ സർവീസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ മീഡിയം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷാണ്. അപ്പോൾ ഇന്ത്യയിലെ ആൾക്കാർക്ക് ഇംഗ്ലീഷ് അറിഞ്ഞാൽ മാത്രമല്ലേ ഈ ഒരു ഓപ്പൺ സിവിൽ സർവീസ് വർക്കാവുകയുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വുഡ്സ് ഡിസ്പാച്ച് 1854 വരുന്നതും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇന്ത്യയിൽ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടുവന്നത്. അതായത് ബ്രിട്ടീഷുകാരോട് ലോയാലിറ്റിയുള്ള, ബ്രിട്ടീഷുകാരുടെ കൂടെ നിൽക്കുന്ന ഒരുപാട് ഇന്ത്യക്കാരെ സൃഷ്ടിക്കുക എന്നായിരുന്നു ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടുവരുന്നതിന് ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം വെച്ചിരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ചത് ലോർഡ് ഡൽഹൌസിയുടെ കാലഘട്ടത്തെക്കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ ഡോക്ട്രിൻ ഓഫ് ലാബ്സ് എന്ന അനക്സേഷൻ പോളിസിയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. അതിനുശേഷം അദ്ദേഹം കൊണ്ടുവന്ന റീഫോംസിനെ കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തു. അദ്ദേഹം കൊണ്ടുവന്നത് റെയിൽവേ റീഫോംസ് ഉണ്ട്, ടെലിഗ്രാഫ് ഉണ്ട്, പോസ്റ്റൽ സിസ്റ്റം ഉണ്ട്, പിന്നെ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അതിനുശേഷം എഡ്യൂക്കേഷണൽ റീഫോംസ് കൊണ്ടുവന്നു. വുഡ്സ് ഡിസ്പാച്ച്, ഇന്ത്യയിലെ മാഗ്ന കാർട്ട ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ എന്ന് വിളിക്കുന്ന വുഡ്സ് ഡിസ്പാച്ചിനെ കുറിച്ചും നമ്മൾ പഠിച്ചു. അതിനുശേഷം ചാർട്ടർ ആക്ടിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇന്ത്യയിൽ ഓപ്പൺ സിവിൽ സർവീസസ് കൊണ്ടുവരുന്നതിന് കാരണമായത് ഈ ഒരു ചാർട്ടർ ആക്റ്റാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 1856 വരെ എത്തി നിൽക്കുകയാണ്. തൊട്ടടുത്ത വർഷമാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് നമ്മൾ വിളിക്കുന്ന ശിപ്പായി ലഹള നടക്കുന്നത്. ഈ ഒരു ശിപ്പായി ലഹളയ്ക്ക് കാരണമായ ഒരു കാരണം ഞാൻ പറഞ്ഞു, അത് ഡോക്ട്രിൻ ഓഫ് ലാബ്സ് ആയിരുന്നു. അപ്പോൾ ഝാൻസിയിലാണ് ഇതിനൊരു തുടക്കം കുറിക്കുന്നത് വരെ. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് പഠിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതുവരെ ബ്രിട്ടീഷുകാരുടെ റൂളിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അടുത്ത 1857 മുതൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ ശക്തമായൊരു ജനവികാരം ഉയർന്നു വരികയും അതിനുശേഷം ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്നും പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ
നടക്കുകയും ചെയ്തു. അതായത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് സ്ട്രഗിൾ എന്ന ടോപ്പിക്കാണ് നമ്മൾ അടുത്ത ക്ലാസ് മുതൽ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ഗുഡ് ബൈ, ഓൾ ദ ബെസ്റ്റ്.